നമുക്കിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇമോഷൻ ഉണ്ട്. വേറൊന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും അതിന്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി എന്ന് പറയും. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാതെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്സ് ആകാം, നമ്മുടെ ഫാമിലി ആവാം, നമ്മുടെ എൻറ്റയർ ഹെൽത്ത്, നമ്മുടെ ബോഡി, നമ്മളുടെ ഓരോ അവയവങ്ങൾ, നമ്മുടെ ഓർഗൻസ്, ആ ഓർഗൻസിന്റെ ഫങ്ഷനിങ്, അങ്ങനെയുള്ള അത്രയും മാജിക്കൽ ആയിട്ടുള്ള ഒരു 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 കാര്യമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അത്രയും സ്റ്റേബിൾ ആയിട്ട് ഒരു ശരീരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനോടൊന്നും ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് പലപ്പോഴും കാണിക്കാറില്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നന്ദി കാണിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തെ ഓർത്തായിരിക്കും നമ്മൾ എപ്പോഴും വറി ചെയ്യുന്നത്. അപ്പം നമ്മൾ വിസ്മരിച്ചു പോവുകയാണ് നമ്മുടെ നന്ദിയെക്കുറിച്ച്, അല്ലെങ്കിൽ നമുക്കുള്ളതിനെ നമ്മൾ മറന്നുകൊണ്ടാണ് നമ്മൾ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ മതി, നമുക്കില്ലാത്ത ഒരു കാര്യം ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങളായിരിക്കും നമുക്കില്ലാത്തത്. അപ്പോൾ അത് പണമാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും ജോലിയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം നമുക്കില്ലാത്തതായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഉള്ള കാര്യങ്ങളൊക്കെ മറന്ന് ഇതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ടൈം കൂടുതൽ കണ്ടെത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വറി ചെയ്യാനായിട്ട്. നമ്മൾ അതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കതില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്കില്ലാതെ പോകുന്നതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. സോ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാജിക്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇമോഷനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്രയും വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിലും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തണമെങ്കിലും ഒക്കെ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടിയും അല്ലെങ്കിൽ അതിന്റെ മാതാപിതാക്കളുടെ കാര്യം കൂടെ എടുത്തോളുക. ഒരു കൊച്ചുകുട്ടി ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുകയാണെന്ന് വിചാരിക്കുക. അപ്പം ചിലപ്പോൾ അവരുടെ മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കും ഐസ്ക്രീം. ആ കിട്ടിയ ഐസ്ക്രീം അത് കഴിക്കാതെ അത് കുറച്ച് കഴിച്ചിട്ട് എടുത്ത് കളഞ്ഞു. ഓക്കെ, പിന്നെയും ഒരു ഐസ്ക്രീമിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചതെടുത്ത് കളഞ്ഞു. മൂന്നാമതൊരു ഐസ്ക്രീമിന് വേണ്ടി ചെല്ലുമ്പോൾ അത് കൊടുക്കുമോ? പേരൻസ് അത് വാങ്ങി കൊടുക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അവർ കൊടുക്കില്ല. കാരണം എന്താണ്? ആ കിട്ടിയ സാധനത്തിനോട് ഒരു നന്ദി കാണിക്കുന്നില്ല, ആ കിട്ടിയ സാധനം ഉപയോഗിക്കുന്നില്ല, അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ റീസൺ. സോ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ് നമുക്കത് കിട്ടാതെ പോകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനെയുള്ള പ്രകൃതിയുടെ ശക്തി, അല്ലെ യൂണിവേഴ്സിന്റെ ശക്തി, അല്ലെ ദൈവത്തിന്റെ ശക്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇത് വർക്ക് ആകണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരിക്കണം. നമുക്കൊരു കൃതജ്ഞത ഉണ്ടായിരിക്കണം. ഉള്ള കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റിയിരിക്കണം. ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ മാജിക്കാണ് ഉള്ള കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, നമുക്ക് എന്താണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് പറയാം. നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പറിൽ എഴുതുക. നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അതിലേക്ക് എഴുതുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കണ്ണുകൾക്ക് നമുക്ക് നന്ദി പറയാം, നമ്മുടെ നല്ല ആരോഗ്യത്തിന് നമുക്ക് നന്ദി പറയാം, നമ്മുടെ നല്ല റിലേഷൻസിന് നമുക്ക് നന്ദി പറയാം, നമ്മുടെ നല്ല സുഹൃത്തുക്കൾക്ക് നമുക്ക് നന്ദി പറയാം, നമുക്ക് പഠിക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളതിന് നന്ദി പറയാം, നമ്മുടെ ഇന്റലിജൻസിന് നമുക്ക് നന്ദി പറയാം. അങ്ങനെ നമുക്ക് ചുറ്റും നമുക്ക് ഇതുവരെയായിട്ടും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ, അതിനൊക്കെ നമുക്ക് നന്ദി പറയാം. അതൊക്കെ നമുക്ക് എഴുതി വെക്കുകയും ചെയ്യാം. അപ്പൊ എഴുതി വെക്കുമ്പോൾ അറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് ഒരു 100 തിങ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 90 തിങ്സ് നമുക്ക് ഉള്ളതായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഇല്ലാത്തത് ഒരു 10 കാര്യങ്ങളായിരിക്കും. ആ 10 കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഈ 90 കാര്യങ്ങളോടുള്ള നന്ദി, അതിനെ പരിഗണിക്കേണ്ടതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. സോ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എസ്പെഷ്യലി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ സിവിൽ സർവീസ് പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഏതൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും, നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ ഓർത്ത് വറി ചെയ്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നോളജിന്റെ ഒരു ബേസ് ആണ്. നമ്മൾ ആ വറി ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ മെമ്മറി പോലും നന്നായിട്ട് വർക്ക് ചെയ്യാതെ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുള്ള കാര്യങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അതിനുവേണ്ടി നമ്മൾ നന്ദി പറയുക. ഓക്കെ, അതിനുശേഷം അടുത്ത കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ നന്ദി എന്ന് പറയുന്നതിന് ഒരു വലിയൊരു എനർജി ഉണ്ട്. ഓക്കെ, നന്ദി നമ്മൾ എപ്പോ പറഞ്ഞാലും, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോ കാണിച്ചാലും, ഈ ഗ്രാറ്റിറ്റ്യൂഡ് റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴും, നിങ്ങൾ ശരിക്കും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമ്പോഴൊക്കെയാണ് നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, അയ്യോ താങ്ക് യു എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴാണ്. അതേപോലെ തന്നെ നോളജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുകയാണ്. ഇനി നമുക്കൊരു ജോലി, അതും നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്, അല്ലെ? പണമാണെങ്കിൽ അതും നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല റിലേഷൻഷിപ്സ് ആണെങ്കിൽ അതും നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നന്നായി നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കണം. ഓൾറെഡി ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കണം. അതിന് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലെങ്കിലും പറഞ്ഞുകൊണ്ട് എണീക്കുക. ഒരു 10 കാര്യങ്ങൾക്ക്, നിങ്ങളുടെ ജീവിതത്തിലുള്ള 10 കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. രാവിലെ ആ 10 കാര്യങ്ങൾ ഓർത്ത് അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് എണീക്കുക.
ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒരു 10 കാര്യങ്ങൾ ഓർത്ത് അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും മാജിക്സും ഒക്കെ നടക്കാനുള്ള ഒരു വലിയ തുറന്നു തരുന്ന ഒരു വലിയ വഴിയായിരിക്കും. സോ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മാജിക്കൽ പവർ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. സോ ബി ഗ്രേറ്റ്ഫുൾ. ഇപ്പൊ നമ്മളിലേക്ക് എത്തുന്ന ഓരോ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അത് ചിലപ്പോൾ നല്ലതാവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മയായിരിക്കത്തില്ല അതിനുണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ കാണുന്ന ഒരു തിന്മയായിരിക്കും അതിനുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ തിന്മകളിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സോ ഓരോ എക്സ്പീരിയൻസസിനും, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ എക്സ്പീരിയൻസും നമുക്കുള്ള ഓരോ ലേണിംഗ് ആണ്, ഓരോ ബ്ലെസ്സിങ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദി പറയുക, നന്ദിയുള്ളവരായിട്ടിരിക്കുക.